എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ പഠനത്തിന്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് കയറുകയാണ്. കുറച്ചുകൂടി ഒരുപക്ഷെ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നിലേക്കാണ് നമ്മൾ പോവുക. പക്ഷെ വളരെ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് ഒന്ന് നോക്കി രണ്ടാമത് നോക്കി വരുമ്പോൾ നമുക്ക് ഡൗട്ടും ഫീൽ ചെയ്യും. പക്ഷെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മനസ്സിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നും കൂടെയാണ് രേഖ. മനസ്സ് വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് വേഗത്തിൽ പഠിച്ചെടുക്കാനും പറ്റും. മണ്ഡലത്തെക്കാളും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളിത് പഠിക്കുന്നത് ആയുർരേഖയെ കുറിച്ചാണ്. ആയുർരേഖയ്ക്ക് ആത്മരേഖയെന്നും രോഹിണി രേഖയെന്നും ലൈഫ് ലൈൻ എന്നും പറയും. ആത്മരേഖ എന്ന് പറയും, രോഹിണി രേഖ എന്ന് പറയും, ലൈഫ് ലൈൻ എന്നും പറയും. ഇത് ആരംഭിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ചാപത്തിന്റെ ആകൃതി, ചാപം എന്ന് പറഞ്ഞ വില്ല് പോലെ വളഞ്ഞ് ശുക്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗത്ത് അവസാനിക്കുന്നതാണ് അതിന്റെ ശരിയായ രീതി. വ്യാഴനിൽ ആരംഭിച്ച് ഒരു വില്ലിന്റെ ചാപത്തിന്റെ ആകൃതിയിൽ ശുക്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗത്ത് ചുവട്ടിൽ അവസാനിക്കും. ഇപ്പൊ നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വ്യാഴനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ചിത്രമല്ല. ഈ ചിത്രത്തിൽ അത് ചൊവ്വയിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാം ചൊവ്വയിൽ നിന്ന് ആരംഭിച്ചിരിക്കുക. ഒന്നാം ചൊവ്വയിൽ നിന്ന് അല്ലെങ്കിൽ ചൊവ്വയിൽ നിന്ന് ആയുർരേഖ പുറപ്പെടുന്നത് ഒരു നല്ല ലക്ഷണം അല്ല. അത്ര സുഖകരമായ ഒരു ലക്ഷണമായിട്ട് കാണാറില്ല. അപ്പൊ അതിന്റെ മുകളിൽ ശുക്രമണ്ഡലത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണ് വ്യാഴമണ്ഡലത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണ് ഇത് പുറപ്പെടുന്നതായിട്ട് നമ്മൾ കാണുക. നിങ്ങളിപ്പോ നോക്കിയേ, ആ രേഖയ്ക്ക് സമാന്തരമായിട്ട് ഒരു ചെറിയ രേഖ കൂടെ കാണുന്നുണ്ട്. ആയുർരേഖയ്ക്ക് സമാന്തരമായി മറ്റൊരു രേഖ. ഇതുപോലെ ചേർന്ന് തന്നെ കാണണം എന്നില്ല. ആയുർരേഖന് കുറെ അകന്നും കാണാം. ഇങ്ങനെ രേഖ ഉണ്ടായിരിക്കുന്നാൽ ആ രേഖയ്ക്ക് ഒരു പേരുണ്ട്, തുണരേഖ എന്നാണ്. തുണരേഖ എന്നാണ് ആ രേഖയെ പറയുന്നത്. ആയുർരേഖയ്ക്ക് സമാന്തരമായി ശുക്രമണ്ഡലത്തിൽ കാണുന്ന ഈ രേഖയെ തുണരേഖ, സപ്പോർട്ടിംഗ് ലൈൻ എന്നാ പറയുക. ഇപ്പോൾ ഈ സപ്പോർട്ടിംഗ് ലൈൻ ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ അയാളുടെ ആയുർരേഖയ്ക്ക് എന്ത് ദോഷം തന്നെ ഉണ്ടെങ്കിലും ആ ദോഷമെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരാളാണ് ഈ സപ്പോർട്ടിംഗ് ലൈൻ. ആയുർരേഖയിന് മുറിവോ ഒടിവോ ചതവോ അതെന്ത് തന്നെ ആയാലും സപ്പോർട്ടിംഗ് ലൈൻ ഉണ്ടായിരുന്നാൽ ആയുർരേഖയ്ക്കുണ്ടാകുന്ന എല്ലാ കുറവുകളും ആ സപ്പോർട്ടിംഗ് ലൈൻ പരിഹരിക്കും. അതിന് മറ്റൊരു പ്രത്യേകത പറയുന്നുണ്ട്. ഈ ഭാര്യയുടെ സ്വത്ത് സ്വന്തം സ്വത്തായിട്ട് അനുഭവിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ടാകും എന്നാണ്. ഭാര്യയുടെ സ്വത്ത് വെച്ചാൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ അച്ഛനും അമ്മയും കൊടുത്ത സ്വത്ത് ഈ കക്ഷിക്കാരൻ
അവരുടെ പോലും അനുവാദം ഇല്ലാതെ അതിനെ എടുത്ത് ഉപയോഗിക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഭാര്യയുടെ സ്വത്ത് സ്വന്തം സ്വത്തായിട്ട് അയാൾ കൈകാര്യം ചെയ്യും. എന്തായാലും ആ രേഖ നല്ലൊരു രേഖയാണ്. മിക്കവാറും ആൾക്കാരുടെ കയ്യിൽ ഈ തുണരേഖ സപ്പോർട്ടിംഗ് ലൈൻ ഉണ്ടായിരിക്കും. മിക്കവാറും ഉണ്ടായിരിക്കും. രേഖകൾക്ക് തേൻ വർണ്ണം ഉണ്ടാകണം എന്നാണ് പറയുക. രേഖ തെളിഞ്ഞിരിക്കണം, തെളിവുണ്ടായിരിക്കണം, ബ്രൈറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന് തേൻ നിറവും ഉണ്ടായിരിക്കണം എന്നാണ്. തേനിന്റെ നിറം ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പൊ ആയുർരേഖ ഇപ്പം നല്ല ബ്രൈറ്റ് ആയിട്ട് തേൻ നിറത്തിലാണ് കാണുന്നതെങ്കിൽ ഐശ്വര്യമാണ് അതിന്റെ ഫലമായി പറയുക. ഐശ്വര്യം, സർവ്വ ഐശ്വര്യവും അയാൾക്കുണ്ടാകും എന്നാണ്. മറ്റൊന്ന്, ഈ രേഖ പരിശോധിക്കുമ്പോൾ രണ്ട് കൈയിലെയും രേഖ പരിശോധിക്കണം. ഒരു കൈയിലെ മാത്രം രേഖ പരിശോധിച്ചിട്ട് ഫലം പറയാൻ നിൽക്കരുത്. ആയുർരേഖയിൽ മുറിവ് കണ്ടാൽ മരണം ഫലം എന്നാ പറയുക. ആയുർരേഖ വരുന്ന വഴിക്ക് മുറിയുകയാണെങ്കിൽ ആ മുറിവിന് പറയുന്നത് മരണം ഫലം എന്നാണ്. ഇപ്പൊ സപ്പോർട്ടിംഗ് ലൈൻ തൊട്ടുപുറകിൽ അവിടെ ഉണ്ടായിരിക്കുമെങ്കിൽ മരണഫലം വരില്ല. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് രണ്ട് കൈയിലും മുറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. രണ്ട് കൈയിലും മുറിഞ്ഞിട്ടുണ്ട് എങ്കിൽ മരണം ഫലം തന്നെയാണ്. ഒരു കൈയിൽ മുറിയുകയും മറ്റൊരു കൈയിൽ മുറിയാതിരിക്കുകയും അടുത്ത കൈയിൽ മുറിയാതിരിക്കുകയും ചെയ്താൽ മരണതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരും. മരണ തുല്യമായ അവസ്ഥ നേരിടേണ്ടി വരും. അതിപ്പോ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കാട്ടിത്തരും, നിങ്ങൾക്ക് അതെപ്പോഴും മനസ്സിലാവും. എന്നാൽ ചിലപ്പോൾ ഇതല്ല, ഇതുമല്ല, അല്ല, ഒരു കാര്യം ചെയ്യാം. അത് തന്നെ. ഇവിടെ നോക്കിയേ, ആ കയ്യില് ആയുർരേഖ മുറിഞ്ഞിരിക്കുകയാണ്. ഒരു കയ്യിൽ ആയുർരേഖ മുറിഞ്ഞാൽ മരണം ഫലം. എന്നാൽ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് അതിൽ കാണുന്ന പോലെ ഒരു രേഖ ആരംഭിക്കുകയാണെങ്കിൽ, മുകളിലേക്ക്, താഴേക്കല്ല, ആയുർരേഖ മുറിയുകയും മുറിഞ്ഞ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ചെറിയ രേഖ ആരംഭിക്കുകയും ചെയ്താൽ മരണം സംഭവിക്കുകയില്ല. പകരം ജീവിതത്തിന്, ജീവിതഗതിക്ക്, ജീവിത രീതിക്ക് വ്യതിയാനം സംഭവിക്കും എന്ന് പറയാം. ജീവിത ഗതിക്ക്, ജീവിത രീതിക്ക്, അയാൾ അതുവരെ ജീവിച്ചിരുന്ന ആ രീതിക്ക് മാറ്റം സംഭവിക്കും എന്ന് പറയാം. അപ്പൊ ആ വ്യക്തിയുടെ മരണം നടന്നു, അതുവരെയുള്ള അയാളുടെ ലൈഫ് അത് കഴിഞ്ഞു, അയാൾക്ക് പുതിയൊരു ലൈഫാണ് വരുന്നത്. അപ്പം രേഖ മുറിഞ്ഞാൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥ. പക്ഷെ മുറിയുന്ന ഭാഗത്ത് നിന്ന് ഒരു ചെറു രേഖ ആരംഭിക്കുകയാണെങ്കിൽ, ഇത്രയും നീളം വേണമെന്നില്ല, ഒരു മൊട്ട് പോലെ ഒരു രേഖ വന്നാലും മതി. ഒരു മുകുളം പോലെ, ഒരു ബഡ് പോലെ, ഒരു മൊട്ട് പോലെ ഒരു രേഖ വന്നാലും ആ ഫലം വരും. അയാളുടെ ജീവിത രീതിക്ക്, ജീവിതചര്യക്ക് വ്യതിയാനം സംഭവിക്കും. അപ്പൊ ആ വ്യക്തിയുടെ ഇന്നലെ വരെയുള്ള ലൈഫ് അവസാനിച്ചു. ഇനി അയാൾ പുതിയൊരു ലൈഫായിരിക്കും അയാൾ ജീവിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും കൈ പരിശോധിച്ചാൽ ഏകദേശം പേരുടെ കയ്യിലെയും തുടക്കരേഖ, ആയുർരേഖയുടെ തുടക്കം, അതായത് വ്യാഴന്റെ താഴെ വരുന്ന ആ ഭാഗം, ഇപ്പൊ ചിത്രം കാണിക്കും. നമ്മൾ മുന്നിൽ ഇട്ട ചിത്രം എടുക്കാം, നേരത്തെ ഇട്ടിട്ട് മാറ്റിയ ചിത്രം. ഇതല്ല, ഇതായിക്കോട്ടെ, അതായിക്കോട്ടെ, അതായിക്കോട്ടെ. അത് നോക്കിയേ,
ആ രേഖയുടെ തുടക്കത്തിൽ ഛിന്ന ഭിന്നമായി കാണുന്ന ആയുർരേഖയാണ്. ആയുർരേഖ ഛിന്ന ഭിന്നമായി കാണുന്നു. ഒരാളുടെ കയ്യിൽ ആയുർരേഖ ഇത്തരത്തിൽ കാണുകയാണെങ്കിൽ, ആരംഭത്തിൽ ഇത്തരത്തിൽ കാണുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം അയാളുടെ ബാല്യം ദുരിതപൂർണമായിരുന്നു എന്നാണ്. ആരായിരുന്നാലും, പ്രത്യേകിച്ച് മാതാവിന് ദുരിതമായിരുന്നു. ഇങ്ങനെ ഒരാളുടെ കൈയുടെ ആയുർരേഖയുടെ തുടക്കം ഛിന്ന ഭിന്നമായി കാണുന്നു എങ്കിൽ ഇയാളുടെ ബാല്യം ദുരിതപൂർണമായിരുന്നു. പ്രത്യേകിച്ച് മാതാവിന് ഒരുപാട് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായ കാലഘട്ടമാണ്. ചിലപ്പോൾ ഇയാൾക്ക് ബാലാരിഷ്ടതകൾ, രോഗവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരുന്നാലും അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഈ ആയുർരേഖയുടെ ആരംഭത്തിൽ ഛിന്ന ഭിന്നമായ രേഖ കാണുക. രേഖ ആകമാനം ഛിന്ന ഭിന്നമാണെങ്കിൽ, ഈ തുടക്കത്തിൽ കണ്ടതുപോലെ ആണ് വീണ്ടും അങ്ങോട്ട് ഛിന്ന ഭിന്നമായിട്ടാണ് രേഖ കാണുന്നത് എങ്കിൽ അയാൾ രോഗാതുരനാണ് എന്ന് പറയണം. ഇതുപോലെ ഇതായി കാണുന്ന പോലെ അയാളുടെ ജീവിത കാലഘട്ടം മുഴുവൻ ആരോഗ്യക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം, ശരീര പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾ, ആരോഗ്യമില്ലാത്തൊരാൾ, ദുരിതപൂർണമായ ജീവിതം. ആരോഗ്യം തന്നെയാണ് പ്രശ്നം, മറ്റു കാര്യങ്ങളല്ല. ആരോഗ്യ കാരണത്താൽ ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വരുന്ന ആളായിരിക്കും ആരോഗ്യഹീനൻ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അയാൾ രോഗിയാണ്, ആരോഗ്യഹീനനാണ്. എന്ത് രോഗം ഇല്ല എന്നല്ല, അയാൾക്ക് ആരോഗ്യമില്ല എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിൽ രേഖയുള്ളവർ, ഇപ്പൊ എന്താ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ രേഖയുള്ളവർ ആരും കാണാൻ സാധ്യത ഇല്ല. ആരുടെങ്കിലും കയ്യിൽ കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം അയാൾ വളരെ മോശം ഭാഗത്തു നിന്ന് ജീവിച്ച ആളാണ് എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ചൊവ്വയിൽ നിന്നാണ് ആയുർരേഖ ആരംഭിക്കുന്നത് എങ്കിൽ അയാൾ നിർഭാഗ്യവാനായിരിക്കും എന്നാണ് പറയാം. ഈ രേഖ നമുക്ക് തുടലടയാളത്തോട് കൂടിയ ആയുർരേഖ എന്ന് പറയാം. തുടലടയാളത്തോട് കൂടിയ ആയുർരേഖ, ഛിന്ന ഭിന്നമായ ആയുർരേഖ, ചെയിൻഡ് ലൈഫ് ലൈൻ. ഇത്തരത്തിൽ കാണുന്നയാൾ കഠിന രോഗിയായിരിക്കും. കഠിന രോഗിയായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു മുറിവുണ്ടാകുക, ആ മുറിവിൽ നിന്ന് രേഖ വരികയും ചെയ്യുന്നത് കണ്ടില്ലേ? അതുപോലെ ആയുർരേഖയിൽ നിന്ന് വേണ്ടി വന്നാൽ ഭാഗ്യരേഖ ആരംഭിക്കാം. മറ്റൊരു ചിത്രം നിങ്ങളൊക്കെ കാട്ടിത്തരും. അതിപ്പോൾ ആയുർരേഖയിൽ നിന്ന്, ഇതല്ല, മറ്റൊരു ചിത്രം ഉണ്ടാവും, ഇതുമല്ല, മറ്റൊന്ന്, ഇതല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നിൽക്കട്ടെ. വേണ്ട, അപ്പോ നേരത്തെ ഇട്ട ചിത്രം ഇടുക. ആ മുറിഞ്ഞെടുത്ത് നിന്ന്, അതല്ല, ഇത് തന്നെ നോക്കേ. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന രേഖ സ്റ്റാർട്ട് ചെയ്തേക്കുന്നല്ലോ, ആയുർരേഖ മുറിയാതെ ഈ കൈ ആയുർരേഖയിൽ നിന്ന് ഇത്തരത്തിലുള്ള രേഖ ആരംഭിച്ച് ശനിമണ്ഡലത്തിലേക്ക് പോയാൽ, ശനിമണ്ഡലത്തിൽ പോകണമെന്നില്ല, ശനിമണ്ഡലത്തിൽ ചൂണ്ടി നിന്നാലും മതി, അല്ലെങ്കിൽ മുകളിലേക്ക് സഞ്ചരിച്ചാലും മതി. മുകളിലേക്ക് ആയുർരേഖ മുറിയണം എന്നില്ല. ആയുർരേഖ മുറിയാതെ തന്നെ അവിടെ നിന്നൊരു രേഖ മുകളിലേക്ക് ആരംഭിച്ചാൽ, അതായത് ആയുർരേഖയിൽ നിന്ന് ഭാഗ്യരേഖ ആരംഭിക്കുക. ആയുർരേഖയിൽ നിന്ന് ഭാഗ്യരേഖ ആരംഭിക്കുക. അത് വീണ്ടും ഓർമ്മിക്കുക, ആയുർരേഖ മുറിയണം എന്നില്ല. മുറിയാതെ തന്നെ ആയുർരേഖയുടെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന്
ഒരു ഭാഗ്യരേഖ ആരംഭിച്ച് ഉയർന്നാൽ വളരെ അപൂർവ, വളരെ 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 സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളായിരിക്കും അയാൾ. എന്താ അയാളുടെ സ്പെഷ്യാലിറ്റി എന്ന് കേട്ടാൽ, അയാളുടെ ജീവിതത്തിൽ നേടിയതെന്തും സ്വന്തം പ്രയത്നം കൊണ്ടായിരിക്കും. അയാളുടെ ലൈഫിൽ അയാൾ നേടിയതെന്തും സ്വന്തം പ്രയത്നം കൊണ്ടായിരിക്കും. മറ്റാരും കൊടുത്തതല്ല, ആരെയും ഔദാര്യം വാങ്ങുന്നത് അയാൾക്കൊട്ട് ഇഷ്ടവും അല്ല. ആരിൽ നിന്നും ഔദാര്യം വാങ്ങുന്നത് അയാൾക്ക് ഇഷ്ടമല്ല, ആരും കൊടുത്തതുമല്ല അയാളുടെ കൈവശം ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ. അയാളുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണ് അയാളുടെ ലൈഫ്. ഹാർഡ് വർക്കിംഗ് ആണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് തൃപ്തി വരികയും ഇല്ല. ബന്ധുക്കൾ ആരെങ്കിലും അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അയാൾക്ക് തൃപ്തി വരില്ല. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്ന് കൊടുത്തും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒന്ന് കൊടുത്തും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഈ രേഖ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടുതൽ ഉറപ്പായിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ ഉറപ്പായിട്ട് ഒരാളെങ്കിലും കാണും ഇത്തരത്തിൽ രേഖയുള്ളയാൾ. മറ്റൊരാൾക്ക് കൊടുത്ത് തൃപ്തി വരുത്താൻ കഴിയാത്ത ആളാണ് ഇയാൾ. ഉണ്ടോ? ഓ, അപ്പൊ നിങ്ങൾക്ക് ആൾക്കാർക്കൊന്നും തന്ന് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ, എന്നിട്ടൊക്കെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഒന്ന് പറഞ്ഞു തീർന്നില്ല. ആർക്കും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ ആർത്തി പിടിച്ചവരാണ് എന്ന് അല്ല അതിന്റെ അർത്ഥം. മറ്റുള്ളവർ കൊടുക്കുന്നതിന് വലിയ മൂല്യമൊന്നും അവർ കൽപ്പിക്കാറില്ല, അത്രേ ഉള്ളൂ. അതാണ് കൊടുത്ത് തൃപ്തി വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ അമ്മായി ഒപ്പം ഒരു കാറ് കൊടുത്തെന്ന് വിചാരിക്കാം, പക്ഷെ അയാൾക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിൽ പോകാനായിരിക്കും അയാൾക്ക് ഇഷ്ടം. ഇപ്പൊ ഭാര്യയുടെ അച്ഛൻ ഒരു വാഹനം ഇയാൾക്ക് സംഭാവന ചെയ്താൽ ആ വാഹനം ഉപയോഗിക്കുന്നതിൽ വലിയ കമ്പൊന്നും കാണില്ല. അയാൾ വാങ്ങിയ ബൈക്ക് ഉണ്ടെങ്കിൽ ആ ബൈക്ക് ഓടിച്ചു പോകാനായിരിക്കും അയാൾക്ക് ഇഷ്ടം വരിക. അതാ പറഞ്ഞത്, അയാൾക്ക് ഒരിക്കലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ താല്പര്യമുള്ള കഴിയില്ല. വെച്ചാൽ ആര് കൊടുത്താലും അയാൾ അതിൽ താല്പര്യം കാണിക്കില്ല. ഇനി ഇതിനകത്തുള്ള ആൾക്കാര് കമന്റ് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. രണ്ടുപേര് കമന്റ് പറഞ്ഞ് രണ്ടുപേര് കയ്യിലുണ്ടോ, ഈ ഫലം രണ്ടുപേർക്കും ഉണ്ടോ ശരിയാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്റെ അടുത്ത കയ്യിൽ അങ്ങനെയാണ്. വലത്തെ കയ്യിലോ? വലത്തെ കയ്യില് സ്റ്റാർട്ടിങ് ഒരു ചെറിയൊരു ഇതുണ്ട്, ചേർന്നില്ല. അപ്പൊ അത് പൂർണ്ണ ഫലം തരില്ല. എന്റെ വലത്തെ കയ്യിലുണ്ട്. വലത്തെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഒന്ന് എന്തൊക്കെ ഇപ്പൊ ഉണ്ടോ അതെല്ലാം സ്വന്തം അധ്വാനം കൊണ്ട് നേടിയതാണ്. രണ്ട്, അന്യർ തരുന്ന കോൺട്രിബ്യൂഷനോട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. രണ്ടും ശരിയാണ്. ഞാൻ ഇത് ഇന്ററാക്ട് ചെയ്ത് പോകാനുള്ള കാരണം മറ്റുള്ളവർക്ക് അതൊന്ന് ബോധ്യപ്പെട്ടു പോകാൻ കൂടിയാണ്. ഒന്ന്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ഫലം നിങ്ങൾ അറിയാതെ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇനി ഇത് മറക്കില്ല. ഈ ഫലം നിങ്ങൾ മറക്കില്ല, കാരണം നിങ്ങളുടെ സ്വന്തം ഫലമായിട്ട് മറക്കില്ല. മറ്റുള്ളവർക്ക് രേഖയിൽ പറയുന്ന കാര്യം ശരി എന്നൊരു ബോധ്യം കൂടി മറ്റുള്ളവർക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ അതുകൂടെ പറഞ്ഞ് അങ്ങോട്ട് പോവാൻ ശ്രമിച്ചത്. മറ്റൊന്ന്, ഈ ആയുർരേഖയിൽ ആയുർരേഖയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ശുക്രമണ്ഡലത്തിന്റെ താഴെ ആയുർരേഖ അവസാനിക്കുന്നിടത്ത് ധാരാളം ചെറു രേഖകൾ തൂങ്ങിക്കാണും. എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി ഉണ്ടല്ലോ, ഒണിയൻ, ഇതല്ല അത് കിടക്കട്ടെ, ഈ ചിത്രം കിടക്കട്ടെ, അല്ല ആ ചിത്രം കിടക്കട്ടെ, ഇതല്ല, തൊട്ടുമുമ്പിട്ട ചിത്രം കിടക്കട്ടെ, അതുമല്ല, ഇതുമല്ല, ഇത് കിടക്കട്ടെ.
ഇതും ഇതിന്റെ തൊട്ടടുത്തൊരു ചിത്രമുണ്ട്, അതും ഇട്ടേക്ക്. അപ്പൊ ഇവിടെ ആയിരയുടെ ചുവട്ടിൽ ധാരാളം ചെറുരേഖകൾ, ഇതിപ്പോ 2 രേഖ ശാഖയെ പറയുന്നുള്ളൂ, ഒരു ധാരാളം ചെറുരേഖകൾ. ഉള്ളിയുടെ ചുവട്ടിൽ വേര് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും, ഉള്ളിയുടെ ചുവട്ടിൽ വേരിരിക്കുന്നുണ്ട്. അതുപോലെ ഉള്ളിയുടെ ചുവട്ടിൽ വേര് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ ആയിരയുടെ ചുവട്ടിൽ ധാരാളം രേഖകൾ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ മധ്യവയസ്സിന് ശേഷം അയാൾ മദ്യപാനിയായി തീരും. ആരുടെ കയ്യിലാണോ അങ്ങനെ കാണുന്നത് അവരുടെ മധ്യവയസ്സിന് ശേഷം, ഞാൻ തിരിച്ചു വിളിക്കാം, ഇപ്പൊ കട്ട് ചെയ്യാം, അവരുടെ മധ്യവയസ്സിന് ശേഷം അവർ മദ്യപാനിയായി തീരും. അഭിമാനക്ഷതവും ധനനഷ്ടവും ഉണ്ടാക്കും. അപ്പൊ മദ്യപാനിയായി തീരുക എന്ന് പറയുന്നത് തികഞ്ഞ മദ്യപാനിയായി തീരും. അഭിമാനക്ഷതം കുടുംബത്തിനുണ്ടാവും. ധനം മുഴുവൻ അയാൾ ഇത്തരത്തിൽ ദൂർത്തടിച്ച് കളയുകയും ചെയ്യും. ഈ രേഖ ഈ കൂട്ടത്തിൽ ആരുടെയും കയ്യിൽ ഉണ്ടാകില്ല എങ്കിൽ അവൾ ഇത് പഠിക്കാൻ വരില്ലായിരുന്നു. ഒരാളുടെ കയ്യിലും അതുണ്ടാകാൻ സാധ്യത ഇല്ല. മറ്റൊന്ന്, ആയുർരേഖയിൽ നിന്ന് മുകളിലേക്ക് രേഖകൾ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ഭാഗ്യരേഖയാണെന്നും ആ ഭാഗ്യരേഖ നന്മകൾ തരുമെന്നും അവര് അധ്വാനം കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട് ഉന്നതിയിലെത്തും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കീഴ്പോട്ടാണ് രേഖ കാണുന്നത് എങ്കിൽ അത് അധപ്പതനത്തെയാണ് സൂചിപ്പിക്കുക, വീഴ്ചയാണ് സൂചിപ്പിക്കുക. ആയുർരേഖയിൽ നിന്ന് രേഖകൾ താഴേക്കാണ് കാണുന്നതെങ്കിൽ, മുകളിലേക്ക് കാണുന്നതിന് പകരം രേഖകൾ താഴത്തേക്കായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചിത്രം കിടക്കട്ടെ, ഇത് മാറ്റണ്ട, ഈ ചിത്രം കിടക്കട്ടെ, അത് അപജയത്തെ, നഷ്ടത്തെ, വീഴ്ചയെ സൂചിപ്പിക്കുന്നു. മറ്റൊന്നുകൂടി ഉള്ളത്, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രേഖ, ഇത് അല്പം കൂടി താഴെ നിന്നാകാം. അല്പം കൂടി താഴെ നിന്നാണ് ഇത്തരത്തിലൊരു ശാഖ ഉണ്ടാകുകയെങ്കിൽ അയാൾ ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകും എന്ന് പറയണം. അല്പം കൂടി താഴെ നിന്നാണ് ഈ രേഖ ആരംഭിക്കുന്നത് എങ്കിൽ, അപ്പൊ ഒരു ഭാഗം ശുക്രനിലും മറ്റൊരു ഭാഗം ചന്ദ്രനിലുമായിട്ടാണ് കാണുന്നത്. താഴത്തുനിന്നാണ് കാണുന്നതെങ്കിൽ ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകും, അയാൾ തിരിച്ച് ജന്മനാട്ടിൽ വരികയില്ല. എന്നാൽ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ആയുർരേഖയുടെ ഏകദേശം മധ്യഭാഗത്ത് നിന്ന്, ചുവട് ഭാഗമല്ല, ആയുർരേഖയുടെ ഏകദേശം മധ്യഭാഗത്ത് നിന്ന്, ഇത് കുറച്ച് താഴെ നിന്നാണ് കാണിച്ചേക്കുന്നത്, അല്പം കൂടി മുകളിൽ നിന്ന്, ലേശം കൂടി മുകളിൽ നിന്ന് ഒരു രേഖ ആരംഭിച്ച് അത് ചന്ദ്രമണ്ഡലത്തിൽ എത്തിയാൽ അയാൾക്ക് സംഘട്ടനത്തിൽ താല്പര്യമുണ്ടാകും. സംഘട്ടനത്തിൽ താല്പര്യം ഉണ്ടാകും. ആയുർരേഖയുടെ മധ്യഭാഗത്ത് നിന്ന് ഒരു ശാഖാരേഖ പുറപ്പെടുകയും അത് ചന്ദ്രമണ്ഡലത്തിൽ എത്തുകയും ചെയ്താൽ ആ വ്യക്തിക്ക് സംഘട്ടനത്തിൽ താല്പര്യമുണ്ടാകും.
സംഘട്ടനത്തിൽ വഴക്കാളിയായിരിക്കും. എന്തു പറഞ്ഞാലും അടുത്ത് തല്ലിനെ കുറിച്ചായിരിക്കും അയാൾ സംസാരിക്കുക. ഒരു കാര്യവും പറഞ്ഞ് തീർക്കുന്നതല്ല അയാൾക്ക് ഇഷ്ടം, അടിച്ചു തീർക്കാം എന്ന് പറയുന്ന മട്ടാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിനായി കൈ ഉയർത്തിയിരിക്കും. അത് കുറെ കൂടെ താഴത്ത് നിന്നാണ് അത് പുറപ്പെടുന്നതെങ്കിൽ ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകും, തിരിച്ച് ജന്മനാട്ടിലേക്ക് ഒരു മടക്കം അയാൾക്ക് ഉണ്ടാകില്ല. അയാളുടെ ജീവിതവും മരണവും എല്ലാം അന്യനാട്ടിൽ തന്നെയായിരിക്കും. നമ്മളിപ്പോ അവസാനത്തെ ചിത്രം, ആ ഒരു കൈയുടെ ചിത്രം ഞാൻ അയച്ചു, അതൊന്ന് ഇട്ടാ കൊള്ളാം. ഈ കൈ അതൊന്ന് ബോൾഡ് ചെയ്യണേ, ചിത്രം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ബോൾഡ് ചെയ്ത്. ഇതില് നിങ്ങൾ നോക്കിയേ, ഇയാളുടെ ആയുർരേഖയും ശിരോരേഖയും ഹൃദയരേഖയും ഒന്നിച്ചാണ് പുറപ്പെടുന്നത്. അയാൾ ആയുർരേഖ, ശിരോരേഖ, ഹൃദയരേഖ, വ്യാഴന്റെ മണ്ഡലത്തിന്റെ ചുവട്ടിൽ അതിൽ മൂന്നും കൂടി ഒരുമിച്ച് വരുന്നുണ്ട്. ഇത് ചുരുക്കം ചിലർ കാണുന്ന ഒരു രേഖയാണ്. ഈ രേഖ ഉണ്ടായിരുന്നാലും സംഘട്ടനത്തിൽ താല്പര്യം ഉണ്ടാകും എന്നർത്ഥമാണ്. സംഘട്ടനത്തിൽ താല്പര്യം ഉണ്ടാകും. പിന്നെ ഇയാളുടെ കയ്യിൽ ഭാഗ്യരേഖ കൂടി ഉള്ളതുകൊണ്ട് ആ താല്പര്യം കുറയും. ഭാഗ്യരേഖ കൂടി ഉള്ളത് കൊണ്ട് ആ താല്പര്യം കുറയും. ആ ഭാഗ്യരേഖ ഇല്ലാതിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും സംഘട്ടനത്തിൽ വളരെ താല്പര്യമുള്ള ആളായിത്തീരുമായിരുന്നു. അയാൾ തല്ലാൻ പോകണമെന്നില്ല, താല്പര്യം എന്നാണ് പറഞ്ഞത്. തല്ലുണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും മറ്റുള്ളവർ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ അയാൾക്ക് ആസ്വദിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിച്ചത്. അതിൽ ആ തായ്വിരലിൽ നോക്കിയേ, അത് വേണ്ട, നമുക്കിപ്പോൾ ഇത് നോക്കാം. അപ്പൊ ഇവിടെ ഈ രേഖ അങ്ങനെയാണ്, അതിനെയാണ് സൂചിപ്പിക്കുക. ഇതും സംഘട്ടന താല്പര്യത്തെയാണ് സൂചിപ്പിക്കുക. മനസ്സിലായെന്ന് തോന്നുന്നു. ശരി, നമുക്ക് അടുത്തിലേക്ക് പോവാം. വ്യാഴന്റെ താഴത്തു നിന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ആയുർരേഖ പുറപ്പെടുക. ഇതിന്റെ ആവശ്യം കഴിഞ്ഞു. ആ വ്യാഴന്റെ തുടക്കത്തിൽ നിന്ന് പുറപ്പെടുന്ന ആയുർരേഖയിൽ ഒരു രേഖ തൂങ്ങിക്കാണുകയാണെങ്കിൽ, ഇതല്ല, മറ്റൊരു ചിത്രമുണ്ട്. അത് തൊട്ട് മുന്നേ, അല്പം മുന്നേ, അത് ഇതിൽ ആയുർരേഖയിൽ നിന്ന് അല്ല വരച്ചേക്കുന്നത്, ഒരു സപ്പോർട്ടിംഗ് ലൈൻ പോലെയാണ് ഇത് വരച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആ സപ്പോർട്ടിംഗ് ലൈൻ ആയുർരേഖയിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ ആളാണ്, പ്രശസ്തിയുടെ ആളാണ്. ഉന്നത സ്ഥാനവും പ്രശസ്തിയൊക്കെ കിട്ടും. തൊട്ടടുത്ത ശനിയിലാണ് വരുന്നതെങ്കിൽ, രണ്ടാം വിരലിന്റെ ചുവട്ടിലുള്ള ശനിയിലേക്കാണ് ആയുർരേഖയുടെ ശാഖ വരുന്നത് എങ്കിൽ അയാൾ ഗുരുനാഥനായിത്തീരും, ഗുരുവായിത്തീരും. എന്നാൽ ആദിത്യനിലേക്കാണ് ആ രേഖ എത്തുന്നത് എങ്കിൽ, ആദിത്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ വിരലിന്റെ ചുവട് ഭാഗം. ആ മൂന്നാമത്തെ വിരലിന്റെ ചുവട് ഭാഗത്താണ് എത്തുന്നത് എങ്കിൽ അയാൾക്ക് പ്രശസ്തി ഉണ്ടാകും.
അപ്പൊ വ്യാഴനിലാണെങ്കിൽ ഉന്നതി ഉണ്ടാവും എന്നാ പറഞ്ഞത്. ഉന്നത സ്ഥാനം, നേട്ടം, ധനപരമായ നേട്ടം, അയാൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുക. എന്നാൽ ആദിത്യനിലാണെങ്കിൽ കീർത്തി ഉണ്ടാകും, 10 ആൾ അറിയും, പ്രശസ്തിയായിത്തീരും. എന്നാൽ ആ രേഖ നേരെ എത്തുന്നത് ബുധനിലേക്കാണെങ്കിൽ, ബുധൻ നമ്മൾ വിദ്യാകാരനായിട്ടാണ് എടുക്കുക, ബുധനിലേക്കാണ് ആ രേഖ എത്തുന്നത് എങ്കിൽ വിദ്യ കൊണ്ട് ഉപജീവനം നടത്തും എന്നാണ്. വിദ്യ കൊണ്ട് ഉപജീവനം നടത്തും, ഇതാണ് ശാഖകൾ അവിടെ എത്തിയാൽ പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ആയുർരേഖയും ശിരോരേഖയും ഹൃദയരേഖയും ഒരുമിച്ച് കാണുക. അതിൽ ആയുർരേഖയും ശിരോരേഖയും വ്യാഴന്റെ ചുവട്ടിൽ ഒന്നിച്ച് കണ്ടാൽ, ഈ ക്ലാസ് ഇരിക്കുന്നതിൽ ഒരു 2-3 പേർക്കെങ്കിലും ആ അനുഭവം ഉണ്ടാവാനാണ് സാധ്യത. വ്യാഴന് ചുവട് ഭാഗത്ത് ശിരോരേഖ കൂടെ ആയുർരേഖയോട് ചേരുകയാണെങ്കിൽ, എന്നുവെച്ചാൽ വ്യാഴന്റെ കീഴിൽ ഈ 2 രേഖയും തമ്മിൽ ചേരും. അവിടെ പ്രത്യേകത, കാര്യകാരണ സഹിതം ചിന്തിച്ചുറപ്പിച്ചു മാത്രമേ അവർ ഏത് പ്രവൃത്തിയും ചെയ്യുകയുള്ളൂ. കാര്യകാരണ സഹിതം ചിന്തിച്ചു മാത്രമേ ഏതൊരു പ്രവൃത്തിയും അവർ ചെയ്യുകയുള്ളൂ. ഇത് നമ്മൾ സാധാരണ പറയുന്ന തൊട്ടാവാടി പ്രകൃതമുള്ളവരെന്നാണ്. അത് ഈ കാര്യകാരണ സഹിതം ചിന്തിക്കുന്നുകൊണ്ടല്ല, അവർക്ക് തെറ്റു പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവർ തളർന്നു പോകും. അവർക്ക് തെറ്റു പറ്റിയെന്നോ അവർക്ക് ആരെങ്കിലും അവരെ കുറ്റം പറയുകയോ ഒക്കെ ചെയ്താൽ ആ നിമിഷം അവർ തളർന്നു പോകും. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അയാൾ തിരിച്ച് കയറി വരുന്നത്. അത് തൊട്ടവാടി അങ്ങനെയാണല്ലോ, നമ്മൾ അതിന് ദേഹത്തൊട്ടാതെ കൂമ്പിപ്പോവും. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും അത് നിവരും. അതുപോലെയാണ് ഇവിടെ ഈ ആൾക്കാർക്ക് തൊട്ടാവാടി പ്രകൃതം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങൾ മതി അവരുടെ മനസ്സ് അസ്വസ്ഥമാകാൻ. 2 കഷ്ണമായിട്ട് കിടക്കെ, സപ്പോർട്ടിംഗ് ലൈൻ ഒന്നും ഇല്ല അവിടെ. നിങ്ങൾ നോക്കേണ്ടത് ആ മുറിഞ്ഞ ഭാഗത്ത് ഒരു ചതുരം ഉണ്ടോ എന്ന് നോക്കുക. ആയുർരേഖ 2 മുറിഞ്ഞു, ആയുർ 2 മുറിഞ്ഞാൽ അവിടെ ഒരു ചതുരം വരിക. അവിടെ ഒരു ചതുരം വരികയാണെങ്കിൽ ആപത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടും എന്നർത്ഥം. ആപത്തിൽ പെടും, ഇതല്ല വേറൊന്നാണ്, ഇതുമല്ല, അല്ല, അതെ. നോക്കിയേ, ആയുർരേഖ 2 മുറിഞ്ഞിട്ടുണ്ട്. മുറിഞ്ഞ ഭാഗത്ത് ഒരു ചതുരവും ഉണ്ട്. ഉണ്ടോ? ആയുർരേഖ 2 മുറിഞ്ഞ ഭാഗത്ത് ചതുരമുണ്ട്. അപ്പം അയാൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ മുറിഞ്ഞ ഭാഗത്ത് ആ മുകൾ കാണുമ്പോൾ ഒരു വൃത്തമാണ് കാണുന്നത് എങ്കിൽ, മുറിഞ്ഞ ഭാഗത്ത് ആ മുകൾ കാണും പോലെ ഒരു വൃത്തമാണ് കാണുന്നത് എങ്കിൽ അയാൾ കൊലപാതകിയായി തീരും. മാർഡർ, അയാളൊരു കൊലപാതകിയായി തീരും. അപ്പം മുറിഞ്ഞ ഭാഗത്ത് ചതുരം വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ, ആപത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ചതുരത്തിന് പകരം വൃത്തമാണ് കാണുന്നതെങ്കിൽ, ആ മുറിഞ്ഞ ഭാഗം ഒരു വൃത്തം കൊണ്ട് അടയാളപ്പെടുത്തുകയാണെങ്കിൽ അയാൾ ഒരു കൊലപാതകിയായി തീരും. നമ്മൾ നേരത്തെയും കൊലപാതകിക്കുള്ള ലക്ഷണങ്ങൾ നമ്മൾ 1 കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇവിടെയും കൊലപാതകയുടെ ലക്ഷണമായിട്ടാണ് നമ്മൾ അതിനെ പറയുക. ഇത്രയുമാണ് പ്രധാനമായിട്ടും ആയുർരേഖയെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ ഇനി ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും നമ്മളെ ക്ലാസ് ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞു ആയുർരേഖയിൽ നിന്ന് ഭാഗ്യരേഖ വരുന്ന 2 പേര് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഒരാളിനത് ഇടത് കൈയിലാണ്, മറ്റൊരാളിനത് വലത് കൈയിലാണ്. ആ വലത് കൈയിൽ വരുന്ന ആളിന് പൂർണ്ണ ഫലം കിട്ടും. ഇടത് കൈയിൽ വരികയും വലത് കൈയിൽ ചെറിയൊരു അടയാളമായി കണ്ട മണിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണ ഫലം കൊടുക്കില്ല, ഭാഗികമായ ഫലം കൊടുക്കും. ഇതുപോലെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലുള്ള ഏതെങ്കിലും ലൈൻ, നമ്മൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ലൈൻ വന്നവരുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ആ ഫലത്തിന് പറഞ്ഞൊരു പ്രവചനമുണ്ട്, അത് എത്രമാത്രം ശരിയെന്ന് പറഞ്ഞേ. ആയുർരേഖയും ബുദ്ധിരേഖയും കൂടെ ഒന്നിച്ച് തുടങ്ങുന്നല്ലേ, അത് കറക്റ്റ് ആണ്. അത് നിങ്ങളുടെ കയ്യിൽ ആയുർരേഖയും ബുദ്ധിരേഖയും വേണ്ട താഴെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുമിച്ച് തുടങ്ങും. നമ്മൾ 2 ഫലമാണ് അതിന് പറഞ്ഞത്. ഒന്ന് തൊട്ടാവാടി പ്രകൃതം ഉണ്ടാവും, അതായത് നിസാര കാര്യങ്ങൾ വഴി മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാൻ. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, അവര് കാര്യകാരണ സഹിതം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. പല പ്രാവശ്യം ആലോചിച്ചിട്ട് തീരുമാനത്തിലെത്തും. ഈ 2 കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ശരിയാണോ? ശരിയാണ്. ഇനി മറ്റാരെങ്കിലും? എന്റെ കയ്യിലും അങ്ങനെയുണ്ട് സാർ. എങ്ങനെയാണ് ഈ പറഞ്ഞ? അതെ, കണക്റ്റഡ് ആണ്. ഓക്കെ, അത് അങ്ങനെ തന്നെയാണോ ഫലവും? അതെ അതെ. ഓക്കെ, കൊള്ളാം. മറ്റാരുടെ കയ്യിൽ വ്യത്യസ്തമായിട്ട് തമ്മിൽ തൊടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ കണക്റ്റഡാണ്. ഈ പറഞ്ഞ പോലെ കറക്റ്റാണ്. തമ്മിൽ തൊടുന്നില്ല. ഹലോ, എന്റെ കയ്യിലും കണക്റ്റഡാണ്. കണക്റ്റഡ് ആണ്. ഓക്കെ ഓക്കെ, ഫലം ശരിയാണ് അല്ലേ? ശരി തന്നെയാ. ഓക്കെ, ഈ കണക്ട് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രണ്ട് കൈ 2 രീതിയിലാ. അതുകൊണ്ട് വലത് കൈയിൽ എങ്ങനെയാ? വലത് കൈയില് അകന്നിരിക്കുക. ചെറിയ അകലമാണോ വലിയ അകലമാണോ? ചെറിയ അകലം. ചെറിയ അകലത്തിൽ പറഞ്ഞൊരു ഇതുണ്ട്, എന്താണ്? പിടിവാശിക്കാരൻ, മറ്റാളുടെ ഉപദേശം സ്വീകരിക്കില്ല, ഒരു അഭിമാനിയായിരിക്കും, വക്കീൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ, നായക സ്വഭാവം ഉണ്ടായിരിക്കുക, നേതൃത്വ ഗുണം ഉണ്ടായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്, നേതൃഗുണം ഉണ്ടായിരിക്കും. ഇതുപോലെ ഉണ്ടോ? നേതൃഗുണം ഉണ്ടോ? നേതാവാണോ? അല്ലല്ല, കമ്പനിയിലാണ്. അവിടെ ഒരു കമാൻഡിങ് പവർ ഒക്കെ ഉണ്ടോ മറ്റുള്ളവരുടെ കീഴിൽ, മറ്റുള്ളവരോട്? അതാണ് ആ ഒരു കാണിക്കുന്നത്. ഇപ്പൊ എല്ലാവരും വക്കീലാവണമെന്നില്ല, എല്ലാവരും പൊളിറ്റീഷ്യൻ ആവണമെന്നില്ല, ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. കമാൻഡിങ് പവർ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കുക. ഇനി നന്നേ അകന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ അനുഭവങ്ങൾ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഈ ആയുർരേഖയുടെ തുടക്കം ചങ്ങൽ രൂപത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആയുർരേഖയുടെ തുടക്കം ചെയിൻഡ് ആയിരിക്കും. തുടക്കത്തിൽ സപ്പോർട്ടിംഗ് ലൈൻ ഉണ്ട്. വേറെ ഈ ചെയിൻഡ് ആയിരിക്കുന്നതിന്റെ പുറകിൽ സപ്പോർട്ടിംഗ് ലൈൻ ഉണ്ടല്ലേ? ചെയിൻ അല്ല, രണ്ട് ലൈനായിട്ട് വന്നിട്ടാണ് തുടങ്ങുന്നത്. അതല്ല ചോദിച്ചത്. ഈ ലൈഫ് ലൈനിന്റെ തുടക്കം ചെയിൻഡ് ആണോ, കണ്ണിയായിട്ടുള്ളതാണോ? ചെയിൻ അല്ല. ചെയിൻ അല്ല. ഓക്കെ,
അത് ഞാൻ ചെയിൻഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? കാണാതിരിക്കില്ല. കാരണം അവരുടെ ബാല്യം അമ്മയ്ക്ക് ഒരുപാട് ദുരിതം സംഭാവന ചെയ്തവരായിരിക്കും എന്നാണ്. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കും ഇവരുടെ ബാല്യത്തിൽ. അതിനാരും ഇല്ല. കൊള്ളാമല്ലോ സാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഉണ്ട് സാറേ, എന്റെ കയ്യിൽ അങ്ങനെ ഉണ്ട്. കയ്യിൽ അങ്ങനെയാണോ? ആണെന്ന്. ബാല്യത്തില് അമ്മയ്ക്ക് ദുരിതമായിരുന്നു, പിന്നെ എനിക്കും സ്ട്രഗിൾ ആയിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയുടെ മരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ചെയിൻ പോലെ ഉണ്ട് അതിന്റെ കൈ. അതെ ഉണ്ട്. മാതാവിനെ നഷ്ടപ്പെട്ടല്ലേ ബാല്യത്തിൽ തന്നെ? അതെ അതെ, ബാല്യത്തിൽ 10 വയസ്സായപ്പോ അത് വയസ്സ്, അത് ഇതിന്റെ ദൈർഘ്യം കാണുന്നത് എങ്ങനെ ആയിരിക്കും? ഇതിങ്ങനെ പിന്നീട് പഠിക്കാം, നമ്മൾ പഠിക്കും. ശരി. അതെ, ഒരു നെൽവിത്തിന്റെ അകലം, നെന്മണി, അതെ, നെന്മണിയുടെ അകലം 7 വർഷമായിട്ടാണ് എടുക്കുക. ഒരു നെന്മണിയുടെ അകലം 7 വർഷമായിട്ട് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് ഒരാളുടെ കയ്യിലൊന്നും നെന്മണി വെച്ച് അളക്കാൻ പറ്റൂല്ലോ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ കൂട്ടണം. ഒരു നെന്മണി ഇത്രയും ദൂരം വരും, 7, 14, 21, ഇങ്ങനെ നമ്മൾ മനസ്സിൽ കൂട്ടിയെടുക്കണം. അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഏജ് നിർണയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. കാരണം നമുക്കറിയാലോ, ഇതുപോലെ നെന്മണി വെച്ചാൽ ഇത്രയും ദൂരം വരും, അടുത്ത നെന്മണി വെച്ചാൽ ഇത്രയും ദൂരം എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ കിട്ടും. അത് വെച്ച് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല അത്. വേറെ ആയുർവേദയുടെ അവസാനത്തില് ചന്ദ്രൻ അങ്ങനോട്ടെ വളഞ്ഞിട്ട് 2 കാല് പോലെ പറഞ്ഞല്ലേ അവസാനത്തിൽ? രണ്ടും ഒന്ന് ചന്ദ്രനിലാണോ പോയിരിക്കുന്നേ? കുറച്ച് ചന്ദ്രനിലേക്ക് കുറച്ച് ജന്മനാട് കിട്ടോ? ഞാൻ, എന്റെ നാട് കണ്ണൂരാണ്. ഞാനിപ്പം ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. കണ്ണൂരുള്ള ആള് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. പക്ഷെ ആക്ച്വലി ഞാൻ ജനിച്ചത് ഗുജറാത്തിലാണ്. ജന്മനാട്ടിൽ തിരിച്ചെത്തൂലെന്നാണ്. അപ്പൊ ജനിച്ചെടുത്ത് എന്തായാലും ഇല്ലല്ലോ. അത് ഗുജറാത്താണ്. അപ്പൊ എന്തായാലും അവിടെ തിരിച്ചെത്തില്ല, കണ്ണൂർ വരെ തിരിച്ചെത്താൻ വേണ്ടി വന്നാൽ. അതെ അതെ, ജന്മനാട്ടിൽ തിരിച്ചെത്തൂലെന്നാണ് ആയിരിക്കും. ഇപ്പോ നമ്മുടെ ആൾക്കാർ ഇതെന്തിനാ ഇങ്ങനെ ഒരു സെക്ഷൻ ഇട്ടതെന്ന് കേട്ടാൽ, മറ്റേ മണ്ഡലത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നോക്കി പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അതിന്റെ ഹൈറ്റും ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ നോക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റും. പക്ഷെ രേഖയിൽ നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ രേഖ നോക്കാൻ കൂടെ നിങ്ങൾ പഠിക്കുന്നു. 2, നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരി എന്ന് മറ്റുള്ളവർക്കും കൂടി കൺഫേം ആവുന്നുണ്ട്. നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അപ്പൊ ഇതിൽ ചെറുതെങ്കിലും ചില ആൾക്കാരുടെ മനസ്സിൽ സ്ട്രൈക്ക് ആവും. പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ അനുഭവം പറഞ്ഞവരെല്ലാം അവരുടെ ആ കാര്യത്തിലുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും തെറ്റില്ല. അവരത് പഠിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ ലൈഫാണല്ലോ അത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ നോട്ട്സ് എഴുതാം. ഇന്നിപ്പോ നമ്മളെല്ലാം എല്ലാം പഠിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം അറിയാം, ഞാൻ ആയുർവേദയെ കുറിച്ച് എല്ലാം പറഞ്ഞു എന്നുള്ള ധാരണയൊന്നും വേണ്ട. ഒരു ബേസ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ ബേസിൽ തൊടേണ്ട എല്ലാ ഭാഗങ്ങളും തൊട്ടിട്ടുണ്ട്. സാധാരണ നമ്മളാളുടെ കൈ നോക്കിയാൽ കാണുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പോയിന്റ്സുകളുണ്ട്. പക്ഷെ അതൊന്നും എല്ലാം കൂടെ അങ്ങോട്ട് തന്നാൽ നിങ്ങളെ കൊണ്ടത് ഉൾക്കൊള്ളാൻ പറ്റില്ല, നിങ്ങൾക്ക് ദഹിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം ഒരാളുടെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന 5 കാര്യങ്ങൾ അതിനകത്ത് നിന്ന് ഒരു രേഖയിൽ നിന്ന് കിട്ടും. 5 കാര്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് ഒരു രേഖയിൽ നിന്ന് കിട്ടും. ഒരു കാര്യം മാത്രമല്ല, ഒരു 5 കാര്യങ്ങൾ. മണ്ഡലമൊക്കെ നമുക്ക് 1-2 കാര്യങ്ങൾ നിർത്തേണ്ടി വരും. പക്ഷെ രേഖയാകുമ്പോൾ ഒരു 5 കാര്യങ്ങളെങ്കിലും നമുക്ക് രേഖയിൽ പറയാൻ പറ്റണം. അതിനുള്ള പോയിട്ട് തരിക. പിന്നെ പുസ്തകം വായിക്കുക, പുസ്തകം വായിച്ച് നേരെ വരിക. ഓക്കെ, താങ്ക് യു. ബാലേന്ദ്രനാണ് സാർ. പറയൂ ബാലേന്ദ്രൻ, പറയൂ സാറേ. ഇത് ഇപ്പൊ ഞാന് കുറച്ച് അസ്ട്രോളജി പഠിച്ചിട്ടുണ്ട്, കുറച്ച് വാസ്തു പഠിച്ചിട്ടുണ്ട്, പെൻഡ്രജോസം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പാമിസ്ട്രി വന്നിട്ട് ഒരു ഗുരുമുഖത്തിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് സാറേ. ഇത് കഴിഞ്ഞാലും സാറിന്റെ അടുത്ത് കുറെ കാലം വന്നാലേ ഈ രേഖകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല.
ബാലേന്ദ്രന്റെ സ്ഥലം എവിടെയാണ്? ഞാൻ ശാസ്ത്രമംഗലത്താണ് സാറേ. ഞാൻ മിലിറ്ററിയിലായിരുന്നു 28 years. ഇപ്പൊ SK ഹോസ്പിറ്റലിലെ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ? പക്ഷേ ഏത് SK ഹോസ്പിറ്റലാണ് സാർ. SK ഹോസ്പിറ്റൽ. SK എടപ്പള്ളി. അതെ സാറേ. ബാലേന്ദ്രൻ, അപ്പൊ ഇത് എത്രയൊക്കെ ഇതേപോലെ ബുക്കിൽ നോക്കി സ്വിമ്മിങ് പഠിക്കുമ്പോൾ ആയി പോകുന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടെങ്കിലും സാറ് നമ്മളെ കുറച്ച് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഗുരുവിന്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ പേര് വേലായുധൻ നായർ എന്നാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപനായിരുന്നു. മാറനല്ലൂർ നിങ്ങൾ കേട്ടിരിക്കും. നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിങ്കര പോകുന്ന വഴിക്കാണ് ഈ മാറനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. പോങ്ങുമൂട് എന്ന് പറയും, അല്ലെങ്കിൽ മാറനല്ലൂർ അല്ലെങ്കിൽ പോങ്ങുമൂട് എന്ന് പറയും. പോങ്ങുമൂട് ഒരു ഹൈസ്കൂളുണ്ട്, DVNSSHS എന്ന് പറഞ്ഞൊരു ഹൈസ്കൂളുണ്ട്. അവിടുത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹം. വേലായുധൻ നായർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. പക്ഷേ ഞങ്ങളെല്ലാം പറയുന്നത് ഉണ്ണിസാർ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് നിക്നെയിമായിരുന്നു ഉണ്ണി എന്നുള്ളത്. ഉണ്ണിസാർ എന്ന് പറഞ്ഞാലേ അവിടെ അറിയൂ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിനോട് വാദിച്ച് ജയിക്കാൻ വേണ്ടി പോയ ആളാ ഞാൻ. കാരണം ഒരു അധ്യാപകനായ താങ്കൾ നാട്ടിൽ അന്ധവിശ്വാസം പരത്താൻ ആക്കരുത്, അത് ശരിയല്ല, മേലെങ്കിലും ഇതൊക്കെ അങ്ങ് വെച്ച് നിർത്തണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വൈകുന്നേരം എത്തിക്കുന്നത്. അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിനക്കിത് അറിയാമോ എന്നാണ്. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. പിന്നെ നീ എങ്ങനെ അഭിപ്രായം പറയാം? ഇത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ നിനക്ക് അവകാശമില്ല. കാരണം നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിനക്ക് പഠിക്കാൻ പോകുന്ന കേട്ട്, ഞാൻ തിരിച്ചു കേട്ട് പഠിപ്പിക്കുമെന്ന് കേട്ട്. ശരി, വന്നോ, അവധി ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും, നീ വന്നോ എന്ന് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വീട്ടിൽ ഞാൻ പോയി ഇരിക്കും. അദ്ദേഹത്തിന് സമീപത്ത് ഒരു കസേര ഇട്ട് അവിടെ ഇരിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ അവധി ദിവസങ്ങളിൽ ഒരു 6-7 പേരെങ്കിലും മിനിമം വരും. മിനിമം ഏറ്റവും കുറഞ്ഞ 6-7 പേരെങ്കിലും ഒക്കെ വരും. ഈ വരുന്നവരോട് പറയും, ഇതെന്റെ ശിഷ്യനാണ്, ഇവ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം മറ്റൊരു സ്വാഭാവികമായിട്ട് ഇല്ലെന്നല്ലേ പറയൂ. കാരണം അവനിത് പഠിക്കാനുള്ളതാണ്. ഇദ്ദേഹം പറയും. സത്യം പറഞ്ഞാൽ പരമപുച്ഛത്തോടാണ് ഞാൻ ഇവരെയൊക്കെ നോക്കിയിരുന്നത്. തികഞ്ഞ പുച്ഛത്തോടാണ്. ഇവനൊക്കെ വേറെ ഒരു പണിയില്ല എന്നുള്ള മട്ടിലാണ് ഞാൻ അന്ന് അത് നോക്കിയിരുന്നത്. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു 3-4 ഒക്കെ മാസം കഴിയുമ്പോൾ ഈ ആൾക്കാർ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പറയും, സാർ അന്ന് പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, സാർ അന്ന് എന്താ നിങ്ങളുടെ പറഞ്ഞത്? അപ്പൊ അവർ പറയും, സാർ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നീടാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുത്തത്. ഏകദേശം 20 വർഷം എടുത്തു ബാലചന്ദ്രൻ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കാൻ. അതിനുശേഷം ഒരുപാട് പേർ ഇന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന എല്ലാ ഈ ഹസ്തരേഖ ശാസ്ത്രജ്ഞന്മാരും എൻ്റെ ഗുരുവിന്റെ ശിഷ്യന്മാരാ, എനിക്ക് ശേഷമുള്ള ശിഷ്യന്മാരാണ് എല്ലാവരും. അവരൊക്കെ ആദ്യം വന്നാൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നല്ല നോട്ട്സ് ഉണ്ട്, ഈ നോട്ട്സ് അങ്ങ് വാങ്ങി കോപ്പി ചെയ്യുക എന്നുള്ള പണിയാണ്. നോട്ട്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം കിട്ടി, അവരങ്ങ് പോവുകയാണ്. ഒരു കഷ്ടിച്ചൊരു 1 വർഷത്തിനകത്ത് വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അവരങ്ങ് പോവുകയാണ്. പക്ഷെ ഞാൻ ഈ നോട്ട്സ് എഴുതിയെടുത്തില്ല. ഈ നോട്ട്സ് ഞാൻ കോപ്പി ചെയ്തില്ല. പകരം ഞാൻ അവിടെ ഇരുന്നത് കേട്ട് പഠിച്ചതാണ്. അതിപ്പോ പാമിസ്ട്രിയെ കുറിച്ച് 1-2 മണിക്കൂർ സംസാരിക്കാൻ ഒരാൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് 2 മണിക്കൂർ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം ഞാൻ ഇത് കേട്ട് പഠിച്ചതാ, കണ്ടു പഠിച്ചതാ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് അത്രയും കാലഘട്ടം എടുത്തൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് കഴിയില്ല. ഞാൻ 20 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവധി ദിവസങ്ങളാണ്, പിന്നെ വെക്കേഷനും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ പോയി ഇത് പഠിപ്പിച്ചത്. ഞാൻ മാത്രമല്ല, അന്ന് എനിക്ക് ശേഷം വേറെ ഒരുപാട് പേര് വന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം. എൻ്റെ സ്ഥലം നെയ്യാർഡാവാണ്, കള്ളിക്കാട്. വിളിച്ചിട്ട് വന്നാൽ എൻ്റെ അടുത്ത് അന്നൊരു ക്ലയന്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ക്ലയന്റിനെ നിങ്ങൾക്ക് കേൾക്കാം, അറിയാം, പഠിക്കാൻ പോകാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് പാമിസ്ട്രി മാത്രമല്ല. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇതുവരെയുള്ള ഒരു ക്ലാസ്സിലും ഞാൻ പറയാത്തൊരു കാര്യമാണ്. എൻ്റെ പഴയ ക്ലാസ്സിലെ ആൾക്കാരും ഇതിനകത്തുണ്ട്, ഈ ക്ലാസ്സിനകത്തുണ്ട്. പഴയ ക്ലാസ്സിലെ ഒരാള് ഈ ക്ലാസ്സിനകത്ത് ഇപ്പോഴും വരുന്നുണ്ട്. അവരോടൊന്നും പറയാത്തൊരു കാര്യം ഇപ്പം നിങ്ങളുടെ പറയാം. നിങ്ങളാണ് ആദ്യമായിട്ട് എന്നോട് ഞങ്ങൾ വന്നാൽ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചത്. ഞാൻ ചെയ്യുന്ന പാമിസ്ട്രി നോക്കുന്നതോടൊപ്പം തന്നെ കബാലയും ന്യൂമറോളജിയും.
കബാലയും ന്യൂമറോളജിയും ഇത് എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഞാൻ റീഡ് ചെയ്യുന്നത്. അവിടെ ഞാൻ ഒരിക്കലും ഫോർച്യൂൺ പ്രഡിക്ഷൻ ഞാൻ നടത്തുന്നില്ല. നാളെ നിങ്ങൾക്ക് ലോട്ടറി കിട്ടുമെന്നോ നിങ്ങൾ കോടീശ്വരൻ ആവുമെന്നുള്ള ഒരു പ്രഡിക്ഷനും ഞാൻ നടത്തില്ല. അത് കാരണം നടത്തേണ്ട കാര്യമില്ല, അത് അവർക്ക് കിട്ടേണ്ടവർക്ക് ഉറപ്പായി കിട്ടും. പകരം ഞാൻ അനലൈസ് ചെയ്യുന്ന ആ വ്യക്തിയെയാണ്. വരുമ്പോൾ ഞാൻ 2 പേജുള്ള ഒരു നോട്ട് തയ്യാറാക്കി വെച്ചേക്കും. അവരെ ഞാൻ വാങ്ങുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം. നേരത്തെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിയാൽ അതിൽ നിന്ന് ന്യൂമറോളജിയും കബാലയും ഉപയോഗിച്ച് ഞാൻ അവരുടെ ഒരു ക്യാരക്ടർ എഴുതി വെച്ചേക്കും. ആ ക്യാരക്ടർ അനാലിസിസ് ആണ് ഞാൻ അവരെ എടുത്ത് ആദ്യമായി ചെയ്യുന്നത്. ഇതാണോ നിങ്ങൾ? ഇത് നിങ്ങളുടെ സ്വഭാവമാണോ? ആ സ്വഭാവങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ സ്വഭാവത്തിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അവരുടെ ക്യാരക്ടർ ഒഴിവാക്കേണ്ടതുണ്ട്, ഫുഡ് ഹാബിറ്റ് ഒഴിവാക്കേണ്ടതുണ്ട്, റിലേഷൻസ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒക്കെ അവരെന്തൊക്കെ ഒഴിവാക്കണോ, ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ്സ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നഷ്ടങ്ങൾ സംഭവിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള കാരണം ഈ നെഗറ്റീവ്സ് നിങ്ങളുടെ ക്യാരക്ടറിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ക്യാരക്ടർ അനാലിസിസ് ചെയ്തിട്ട് ആ നെഗറ്റീവ്സ് അവരുടെ ഒഴിവാക്കാൻ എഴുതി കൊടുക്കും. എന്നിട്ട് അവർ ഹെൽത്ത് അനലൈസ് ചെയ്യും. ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാം, ആ രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യം കൂടി. അല്ലാതെ വെറുതെ രോഗം വരും, ഭാവിയിൽ നിങ്ങൾക്ക് ഇന്ന രോഗം വരും പറഞ്ഞ് പേടിപ്പെടുത്തില്ല. ആ ഓരോ രോഗത്തിന് എന്തെല്ലാം റെമഡി ചെയ്താൽ ആ രോഗത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം. രോഗം വരില്ല എന്നൊരിക്കലും ഞാൻ പറയില്ല, കാരണം അത് ഹെറിഡിറ്ററി ആണ്, അത് വന്നു തന്നെ തീരണം. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ നമുക്ക് പറ്റും. ഒരു 50% സീരിയസ് ആയിട്ട് വരേണ്ട ഒരു കാർഡിയാക് അറസ്റ്റ് നമ്മൾ വിചാരിച്ചാൽ ഒരു 20% താഴെയാക്കി കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് 20% താഴെയാക്കി കാർഡിയാക് അറസ്റ്റ് കുറയ്ക്കാൻ കഴിയും. കാർഡിയാക് അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി ഒഴിവാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ എന്തൊക്കെ രോഗങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട്, ആ രോഗങ്ങൾ ഒഴിവാക്കാൻ, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ, അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിൽ വരേണ്ട സ്ഥാനത്ത് ഒരു 65ാമത്തെ വയസ്സിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ ഉള്ള വഴികളും പറഞ്ഞു. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി. അതിനകത്ത് പാമിസ്ട്രി കൂടെ കലർന്ന് വരും എന്നേ ഉള്ളൂ. പാമിസ്ട്രി ഉണ്ടാവും അതിനകത്ത്. ഇപ്പൊ നിങ്ങളാണ് വരുന്നതെങ്കിൽ പാമിസ്ട്രിക്ക് അല്പം കൂടി പ്രയോറിറ്റി കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. എൻ്റെ അടുത്തൊരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലയന്റിന്റെ കൈ കാണാം. സാറിന്റെ കോണ്ടാക്ട് നമ്പർ തരാം സർ. എന്റെ കോണ്ടാക്ട് നമ്പർ 944 944 777 81 944 74 777 81. ഓക്കെ, താങ്ക് യു. ഇത് എന്റെ ഇത്രയും വർഷത്തെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് എത്രയോ വർഷം. മുത്തുസ്വാമി സാറ് ട്രിവാൻഡ്രത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തുടങ്ങിയ ക്ലാസ്. എനിക്ക് തോന്നുന്നു ക്ലാസ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ ഏകദേശം ഞാൻ ആദ്യം പാമിസ്ട്രി പഠിപ്പിച്ചിട്ട് 10-15 വർഷമാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ, നമ്മുടെ ഈ ടീമിന്റെ മാനേജർ, അതായത് നമ്മുടെ അജയ്ലാൽ, അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ അവരോട് ഒരിക്കൽ പോലും ആ ഒരു ക്ലാസ്സിൽ പോലും ഞാൻ ഇത് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. Yes.